പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെമ്മീൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാട്ടോ. ഇത് 1 സ്പൂണാണ് അരിപ്പൊടിയാണ്. ഇനി നമുക്ക് നന്നായി പുരട്ടിയെടുക്കാം. നന്നായി മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചെറുതായി പൊരിച്ചെടുത്താൽ മതി. എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് പുറം വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് പുറം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത എണ്ണയ്ക്ക് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചോപ്പ് എടുത്തെടുത്ത് കേട്ടോ. ഒരു സവാളയാണ്. അത് നന്നായി വഴറ്റി കൊടുക്കട്ടോ. നല്ല വഴഞ്ഞ് കിട്ടട്ടെ നല്ലപോലെ. ചെറുതായി കൊത്തിയരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. 1 സ്പൂണാണ്. മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല വാടിയതിൻ്റെ ശേഷമാണ് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഒരു തക്കാളി ചെറുതായി നുറുക്കിയെടുത്താണ് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം വേവിച്ചെടുക്കുന്നത്. പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. രണ്ട് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റൊക്കെ ഉള്ളൂ വേവിച്ചെടുത്തിട്ട് കേട്ടോ. മസാലയിലിട്ടിട്ട് ചെമ്മീൻ. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റിയായ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ.